ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രത്തിലും സ്വർണ്ണ ഉരുപ്പിടികൾ കാണാനില്ല. കോഴിക്കോട് ബാലുശ്ശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച 20 പവനാണ് നഷ്ടമായത്. വർഷങ്ങൾക്ക് മുമ്പ് ആഭരണങ്ങൾ സൂക്ഷിക്കുന്നതിന് ചുമതലയുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദനാണ് സംശയ നിഴലിൽ ഉള്ളത്. ആഴ്ചക്കോട്ട ക്ഷേത്രത്തിൽ 2023 ഡിസംബറിൽ സ്ഥലം മാറിപ്പോയ വിനോദൻ ഓഫീസറായിരുന്നു. വിനോദൻ ഓഫീസറുടെ പീരീഡ് കഴിഞ്ഞ് പിന്നെ വന്നത് കാസർഗോഡിലെ സജീവൻ സാറാണ്. ഇതിൻ്റെ സ്വർണ്ണാഭരണങ്ങളൊന്നും കൈമാറിയിട്ടില്ല വിനോദ സാർ ഇതുവരെ. അമ്പലങ്ങളിൽ ഇങ്ങനെ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടതായിട്ട് ഓഫീസറെ ശ്രദ്ധയിൽപ്പെട്ട് ലോക്കറിന് ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിലെ ഓഫീസിലെ ലോക്കർ തുറന്ന് ഒക്കെ എടുക്കുകയും ആ നമ്പർ ക്രമേണ എടുത്ത് ഓരോന്നും പരിശോധിച്ച് വരുമ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ 2, 3, 4 ഈ നമ്പറിലുള്ള ആഭരണം കാണുന്നില്ല. കാണാത്ത സമയത്ത് ഇതേതൊക്കെയാണെന്ന് ചോദിച്ച് ഈ നമ്പർ പറഞ്ഞപ്പോൾ ആ ഫോട്ടോ എടുത്ത് ഞാൻ ഇതാ 2, 3 ദിവസം കൊണ്ട് എത്തിച്ചേരാം, ഒന്നാര് കൊണ്ടുവച്ചാൽ അവിടെ ആയി പോയതാന്ന് പറഞ്ഞു. ഞാൻ അവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചാൽ പറഞ്ഞു 3-ാം തീയതി കൊണ്ടുതരുമെന്ന് പറഞ്ഞു. 3-ാം തീയതി വെരിഫിക്കേഷൻ ഓഫീസർ മറ്റേ വെള്ളിയും ആഭരണങ്ങളൊക്കെ തൂക്കം റെഡിയാക്കി. അത് റെഡിയാണ്, വെള്ളി ഒക്കെ തൂക്കി കിട്ടുമ്പോൾ റെഡി തൂക്കമുണ്ട്. അന്നപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദ് സാറിനെ വിളിച്ചു. അന്ന് പറഞ്ഞു ഞാൻ സുഖനാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ഛർദിയായിട്ട് ഞാൻ 8-ാം തീയതി കൊണ്ടുതരാമെന്ന് പറഞ്ഞു. MS അനീഷ് കുമാറിന്റെ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം വലിയ തോതിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനിടെയാണ് ഇപ്പോൾ ഈ സ്വർണ്ണ ഉരുപ്പിടികൾ കാണാനില്ല എന്ന മറ്റൊരു പരാതി മറ്റൊരു ക്ഷേത്രത്തിൽ നിന്നും ഉയരുന്നത്. ഇതിലിപ്പോൾ ഈ വിനോദൻ എന്ന് പറയുന്ന വ്യക്തിയാണ് സംശയനിഴലിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവോടെയോ അല്ലെങ്കിൽ അദ്ദേഹവുമോ ആണ് ഇതിന് പിന്നിൽ എന്ന് എങ്ങനെയാണ് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നത്? അഭിലാഷ്, സംസ്ഥാനത്തെ പല ക്ഷേത്രങ്ങളിലും ഈ തിരുവാഭരണവും ഒപ്പം ക്ഷേത്രത്തിലേക്ക് കാണിക്കയായി ലഭിക്കുന്ന സ്വർണ്ണമൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ തികഞ്ഞ അശ്രദ്ധ കാണിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഈ മലബാർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിലെ പ്രശ്നത്തിൽ നിന്നും മനസ്സിലാവുന്നത്. 2016 ക്ഷേത്രത്തിന് ചുമതല ഏറ്റ ആളായിരുന്നു, എക്സിക്യൂട്ടീവ് ഓഫീസറായി ചുമതല ഏറ്റെടുത്തയാളായിരുന്നു വിനോദൻ. അയാൾ 8 വർഷത്തെ സേവനത്തിന് ശേഷം 2023 ഡിസംബറിലാണ് കൊല്ലം പിഷാരിക്കാവിലേക്ക് സ്ഥലം മാറിപ്പോയത്. പകരമായി വന്ന എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ക്ഷേത്രത്തിലെ സ്വർണത്തിന്റെയും വെള്ളി ഉരുപ്പടികളുടെയും മറ്റുമൊക്കെ കണക്കുകൾ നൽകിയിരുന്നില്ല. പിന്നീട് ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഈ കണക്കുകൾ ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇതിനുശേഷം 1 വർഷം കഴിഞ്ഞ് വീണ്ടും മറ്റൊരു എക്സിക്യൂട്ടീവ് ഓഫീസർ ചുമതലയേറ്റ് 6 മാസം ചുമതലയിലുണ്ടായിരുന്ന ഇയാൾ ഈ സ്വർണ്ണാഭരണങ്ങളുടെ കണക്കുകൾ ലഭിച്ചിട്ട് അല്ലെങ്കിൽ സ്വർണ്ണാഭരണം ലഭിച്ചിട്ടില്ല എന്ന് ബോർഡിനെ രേഖാമൂലം വിവരം അറിയിച്ചുവെങ്കിലും നടപടി ഉണ്ടായില്ല. ഇങ്ങനെ ഈ 3ാമത് വന്ന എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സെപ്റ്റംബർ 18-ന് ആരോപണ വിധേയനായ ഈ പഴയ എക്സിക്യൂട്ടീവ് ഓഫീസറെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തി ദേവസ്വം വെരിഫിക്കേഷൻ ഓഫീസറുടെ സാന്നിധ്യത്തിൽ സ്വർണ്ണാഭരണങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ചത്. ഈ പരിശോധനയിലാണ് രജിസ്റ്ററിൽ ഉള്ള തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഈ കാണാതെ വരുന്ന സാഹചര്യം, അതായത് സ്വർണ്ണ ഉരുപ്പടികളിൽ ഒരു കുറവ് ബോധ്യപ്പെടുകയും ചെയ്ത് തുടർന്ന് ഒക്ടോബർ 3-ന് തന്നെ ഈ കുറവുള്ള സ്വർണ്ണ ക്ഷേത്രത്തിൽ എത്തിക്കാമെന്ന് ഈ ആരോപണ വിധേയനായ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ പറഞ്ഞ ദിവസം സ്വർണ്ണാഭരണങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഈ 8-ാം തീയതി, അതായത് നാളെ ക്ഷേത്രത്തിൽ എത്തണമെന്ന ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നാളെ സ്വർണ്ണാഭരണങ്ങളുമായി ഇദ്ദേഹം എത്തുമെന്ന ഒരു അറിയിപ്പ് തന്നെയാണ് ദേവസ്വത്തിന് നൽകിയിരിക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഈ സ്വർണ്ണാഭരണങ്ങൾ ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ രജിസ്റ്ററിൽ ചേർത്ത സ്വർണ്ണാഭരണങ്ങൾ കാണുന്നില്ല എന്ന് ആവശ്യപ്പെട്ട് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ബോർഡിനെ സമീപിക്കുന്നു, അല്ലെങ്കിൽ ഈ മുൻപ് ചുമതലയിൽ ഉണ്ടായിരുന്ന ആളെ സമീപിക്കുന്നു, അദ്ദേഹം നൽകുന്നില്ല. അടുത്ത എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതേ ആവശ്യം ഉന്നയിക്കുന്നു, നൽകുന്നില്ല. 3ാമത്തെ ആളും ആവശ്യപ്പെട്ടിട്ടും നൽകാത്ത ഒരു സാഹചര്യം. ബോർഡും ഇക്കാര്യത്തിൽ ഗുരുതരപൂർവമായ ഒരു നിലപാട് സ്വീകരിച്ചില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. എന്തായാലും 20 പവൻ അടുത്തുള്ള ആഭരണങ്ങളുണ്ട്. അതായത് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന ഈ താലി പോലുള്ള അത്തരം വഴിപാടായി സമർപ്പിക്കുന്ന ആഭരണങ്ങളൊക്കെ അടക്കമുള്ളവയാണ്. എന്തായാലും നാളെ ഈ ആഭരണങ്ങൾ എത്തിക്കുമോ എന്നാണ് കാത്തിരുന്നത്. അല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിനടക്കം ക്ഷേത്രത്തിൽ സാധ്യതയുമുണ്ട്. അഭിലാഷ്. എന്തായാലും നാളെ ഈ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ച് ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയാണ് പുലർത്തുന്നത്. അങ്ങനെയല്ല എങ്കിൽ തീർച്ചയായും അത് വീണ്ടും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇത്രയധികം സമയം വൈകുന്നത് എന്ന് തന്നെ വലിയ ഗുരുതരമായ വീഴ്ചയായി തന്നെയാണ് കണക്കാക്കേണ്ടതായും വരുന്നത്. അതേസമയം